മലയാളികളുടെ നമ്പർ 1 ചോയ്സ് കേരള മാട്രിമോണി. ചിരിക്കൂല പോലും വളരെ മഹാറാണ്. മനസ്സിലായി. മെർലിനെ ഗ്യാപ്പ് താടിക്ക. എന്റെ പൊന്ന് മെർലിനെ, അവള് നിന്നെ കണ്ടു കാണൂല. അപ്പൊ പിന്നെ നീ അതൊക്കെ വിട്. എന്തേ അതപ്പം തന്നെ വിട്ടെന്നാ? അതപ്പം തന്നെ വിട്ടെങ്കിൽ പിന്നെ നീ എന്തിനാ പൊന്നു മോളെ എന്നെ ഈ കിടന്ന് വിളിച്ചോണ്ടിരിക്കണേ? അപ്പൊ ആർക്കാണ് പ്രശ്നം? അവക്കോ? ശരി ശരി, അവളായിട്ട് തന്നെ നിനക്ക് പ്രശ്നം. തന്നെ ഇനി ഞാൻ അനിയത്തിയെ സപ്പോർട്ട് ചെയ്ത് പറയണല്ല, ഞാൻ തന്നല്ല പറയണേ. നീ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് വിളി. വേണ്ട, ഞാൻ അങ്ങോട്ട് വിളിക്കാം. പറഞ്ഞു തീർന്നില്ലെങ്കിൽ പിന്നെ പറയടി. ഇപ്പൊ വെയ്. എന്താ കാര്യം? എന്റെ പൊന്നമ്മായി, ഒന്നും അറിഞ്ഞൂടെ എനിക്ക്? അവള് മറ്റേവളെ കണ്ടിട്ട് മിണ്ടിയില്ലെന്നോ മറ്റേതാ തേങ്ങ എന്നൊക്കെ പറയണം. ആരെ കണ്ടിട്ട് മിണ്ടിയില്ലെന്ന്? ഇപ്പൊ വിളിച്ചത് മെർലിനാണ്. അത് മനസ്സിലായി. മെർലിൻ എവിടുന്നോ എങ്ങോട്ടോ പോകുന്നു. ആ സമയം ശിവാനി വഴി വെച്ച് എവിടുന്നോ എങ്ങോട്ടോ പോകുന്നു. അവര് തമ്മിൽ കണ്ടിട്ട് മിണ്ടാതെ ശിവാനി അങ്ങ് പോയെന്ന്. എടാ, ശിവാനി അവളെ കണ്ടു കാണൂല എന്ന് പറഞ്ഞ അവള് മുഖത്ത് നോക്കിയിട്ടാണ് പോയത്. അവര് തമ്മിൽ കണ്ടിട്ട് മിണ്ടാതെ പോയി. എന്നാ പിന്നെ മെർലിന് ശിവ എടുത്ത് മിണ്ടിക്കൂടെ? മുഖത്ത് നോക്കാതെ പോയ ഒരാളെടുത്ത് ഞാൻ എങ്ങനെ മിണ്ടും എന്നാണ് അവള് ചോദിക്കുന്നത്. നീ എന്തോന്നാ പറയണേ? നീ അല്ലേ കുറച്ചേരത്തെ പറഞ്ഞത് മുഖത്ത് നോക്കി പോയിട്ട് പിന്നെ മിണ്ടിയില്ലെന്ന്? ഇപ്പൊ അമ്മായിക്ക് എന്റെ ഫ്രസ്ട്രേഷൻ മനസ്സിലായ? ഇപ്പൊ ഞാൻ അലറിയത് എന്തെന്ന് മനസ്സിലായ? ഇതന്നെ അവൾ എന്നോട് പറഞ്ഞോണ്ടിരിക്കണേ. എടാ, അത് തന്നെ ഞാൻ പറഞ്ഞത്. ചിലപ്പോ ശിവ കണ്ടു കാണൂല അവളെ. ഓക്കെ, ശരി. ഇപ്പൊ അവര് തമ്മിൽ ഒരു പ്രശ്നമില്ലല്ലോ. ഞാൻ അഭിപ്രായം പറയാം. വേണ്ട, പൊക്കോ. അങ്ങനെ തന്നെ പൊക്കോ. ഞാൻ പറയും. അപ്പോൾ അഭിപ്രായം പറയാൻ സൗന്ദര്യം ഉണ്ടല്ലോ. സൗന്ദര്യോ? ശരി, സൗന്ദര്യം ഉണ്ട്, നീ പറ. ചേട്ടാ, ഇത് ഈഗോയാണ്. അവര് രണ്ടുപേരുടെ മനസ്സിലെ ഒരു ജാടയുണ്ട്. ഞാനാണ് വലുതെന്നും പറഞ്ഞോണ്ട്. അതാണ് സത്യം. അപ്പൊ നീ പറഞ്ഞു വരുന്നത് അവർക്ക് രണ്ടുപേർക്കും അഹങ്കാരം ഉണ്ടെന്നാണ്? അങ്ങനെയും പറയാം. രണ്ടുപേരും സുന്ദരി കോതാളാണെന്ന് വിചാരിച്ചേക്കുന്നത്. അങ്ങനെ നീ പറയണ്ട പാറേ. ശിവാനിക്ക് ശിവാനിയുടെ സൗന്ദര്യമുണ്ട്, മകന്റെ സൗന്ദര്യമുണ്ട്. അത് നീ വിട്. ഈ പ്രായത്തിൽ ഇങ്ങനെയാണെങ്കിലേ കുറച്ചു കാലം കഴിയുമ്പോ എന്തായിരിക്കും അവസ്ഥ? ലോകമൊടയായിരിക്കും. ഇവരുടെ രണ്ടുപേരുടെ വഴക്കിന്റെ ഇടയില് നമ്മളെ ചെന്ന് കയറാതിരിക്കണയാണ് നമ്മുടെ ആരോഗ്യത്തിന് നല്ലത്. ചേട്ടന്റെ ആരോഗ്യത്തിന് അത് തന്നെയാണ് നല്ലത്. രണ്ടുപേരുടെയും കയ്യിൽ നിന്ന് എന്തിനാ അടിമേടിക്കുന്നത്? അയ്യോ, ഞാൻ ആലോചിക്കണതേ, കുറച്ചു കാലം കഴിഞ്ഞ് മെർലിനും കേശു എങ്ങാനും കല്യാണം കഴിക്കേണ്ടി വന്ന പിന്നെ ഫുള്ള് പ്രശ്നമായിരിക്കും. കേശു മെർലിന്റെ കൂടെ നിൽക്കണം, ശിവയുടെ കൂടെ നിൽക്കണം. അങ്ങനെ അമ്മായി പേടിക്കേണ്ട ആവശ്യമില്ല. അതെന്ത്? കുറച്ചു നേരം കഴിയുമ്പോ മെർലിൻ ചേച്ചി ഏതെങ്കിലും കോടീശ്വരനെയോ അതോ ബിസിനസ്സുകാരനെ കെട്ടി പോവല്ലോ. ചേട്ടൻ മെർലിൻ ചേച്ചിക്ക് വെറും ടൈം പാസാ. തുപ്പടി 3 തവണ തുപ്പടി. ചിരിക്കാടി. എന്നിട്ട് എത്ര ഉണ്ട്? ഇത്രയും ഉണ്ട് എന്നോട് പറഞ്ഞു പോയതാട്ടോ അവള്. പക്ഷെ അവള് പറഞ്ഞതിലും കാര്യമുണ്ട് കേശു. നീ നിന്റെ മനസ്സിനെ പറഞ്ഞ് പാകപ്പെടുത്തി വെച്ചോ.
അയ്യോ ദൈവമേ, എനിക്ക് വയ്യ. ഞാനിപ്പോ എന്ത് ചെയ്യും? എന്തുവാ അമ്മായി? എന്തുവാ? എടാ മീര ടീച്ചർ ഇല്ലേ, അവരിത് മെസ്സേജ് ഇട്ടേക്കണ്. എടാ മീര ടീച്ചർ ഇല്ലേ, അവള് മെസ്സേജ് ഇട്ടിരുന്ന് ഒന്നെങ്കിൽ പൈസ തിരിച്ചു കൊടുക്കണം, ഇല്ലെങ്കിൽ ഡേ കെയർ തുടങ്ങണമെന്ന്. ആ ഇനിയിപ്പോ ഞാൻ എന്ത് ചെയ്യാനാണ്? അങ്ങനെയാണെങ്കിൽ ഒരു പരിപാടി ഉണ്ട്. എന്ത് പരിപാടി? അമ്മായി തിരിച്ച് അങ്ങോട്ടൊരു മെസ്സേജ് അയക്കി. ഞാൻ ഇപ്പൊ എന്തോ അയക്കേ? ഇങ്ങനെ അയക്കേ, മീരെ എനിക്ക് ഭയങ്കര കഷ്ടമാണ്, ഇപ്പം ഒരു 25,000 രൂപ ഇപ്പം ഇങ്ങോട്ട് തന്നു കഴിഞ്ഞാൽ അടുത്ത മാസം 75,000 രൂപ എന്നോട് കൂട്ടി ഒറ്റയടിപ്പിങ്ങ് തരാമെന്ന് പറഞ്ഞു. അപ്പം 2 മാസത്തേക്ക് പിന്നെ ഏരിയ കാണൂല. ആ അത് നല്ല ഉഗ്ര ഐഡിയ, അങ്ങനെ ചെയ്യാല്ലേ? മീരെ, ഞാൻ ആകെ പെട്ട് കിടക്കുവാണ്ടി. എനിക്കൊരു 25,000 രൂപയുടെ അത്യാവശ്യമുണ്ട്. നീ 25,000 രൂപ തന്നാൽ അടുത്ത മാസം ഞാൻ 75,000 രൂപയായിട്ട് തിരിച്ചു തരാം. ഒന്ന് ഹെൽപ്പ് ചെയ്യടി പ്ലീസ്. പാവത്തിനെ തേച്ചല്ലേ? തേച്ചെന്നാ? ഞാനാ? എന്നെ കൊണ്ട് കൂടുതലൊന്നും പറയിപ്പിക്കരുത്. മര്യാദക്കിരുന്ന എന്നെ ഡേ കെയർ തുടങ്ങാന്നും പറഞ്ഞ് ഇളക്കി വിട്ടിട്ട് ഡേ എവിടെ പോണ്ടാ? എവിടെ പോണ്? ഇങ്ങോട്ട് വാ. ഡേ കെയർ തുടങ്ങാന്നും പറഞ്ഞ് ഇളക്കി വിട്ടിട്ട് ഞാൻ തേച്ചെന്ന്. മഴയൊക്കെ ഒന്ന് മാറി വെയിലാവട്ടെ. കേശു, എന്നെ കൊണ്ടുവരൊന്നും പറയിപ്പിക്കണ നീ. കട്ടിക്ക് വെയിലടിക്കട്ടെ, നമുക്ക് തീരുമാനമാക്കാം. ശിവ മക്കളെ, നീ എവിടെ പോയതാ? എവിടെ പോണെന്ന് പറയാനല്ലോ പോയത്? ഞാൻ വഴി വെച്ച് മറ്റവളെ കണ്ടായിരുന്നു. ഏത് മറ്റവളെ മക്കളെ? അയ്യോ, ഒരു രാജകുമാരി ഉണ്ടല്ലോ, പണക്കാരി, അഹങ്കാരം കണ്ടുപിടിച്ചോള്. ആഹാ, നിനക്ക് അങ്ങനത്തെ കൂട്ടുകാരികളൊക്കെ ഉണ്ടോ? ഞാൻ കണ്ടിട്ടില്ലല്ലോ. എനിക്ക് അങ്ങനത്തെ കൂട്ടുകാരില്ല, പക്ഷെ നിനക്കുണ്ടല്ലോ. നീ തോളത്തോച്ചെടുക്കുന്ന ഒരുത്തി, നിന്റെ മെർലിൻ വിൻസെന്റ് തോമസ്. മെർലിനെ ഒക്കെ കണ്ടായിരുന്നാ? ചുമ്മാ അല്ല കേശു, ശിവ ഇത്ര ലേറ്റ് ആയത് സംസാരിച്ചോണ്ട് നിന്നായിരിക്കുവേ. അയ്യോ, സംസാരിക്കാൻ മാത്രമല്ല, അവളെ കണ്ട് കെട്ടിപ്പിടിച്ച് 2 ഉമ്മയും കൊടുത്തിട്ടാ വരുന്നേ. കെട്ടിപ്പിടിച്ച് 2 ഉമ്മയും കൊടുത്താ? കണ്ടാ കേശു, നാത്തൂനായില്ല, അതിനു മുന്നേ ഇത്ര സ്നേഹം. അപ്പൊ നാത്തൂനായ എന്തായിരിക്കും അവസ്ഥ? നാത്തൂനായ അവളെ വലിച്ച ഭിത്തിയേക്കേറ്റും, പറഞ്ഞില്ലാന്ന് വേണ്ട. അതെന്ത് ശിവ? ചുമ്മനെ കൊണ്ട് പറയിപ്പിക്കലമ്മായി. என்ன சிவா இது? நீ மெர்லினை வீட்டுக்கு கூட்டிட்டு வரலாமே. ആ എന്തി അവളെ ഒക്കത്ത് വെച്ചോണ്ട് കൊണ്ടുവരാ ഇങ്ങോട്ട്? അതെ, അവക്ക് എന്താണ് പ്രശ്നം? അവക്ക് മനുഷ്യനെ കണ്ടൊന്ന് ചിരിച്ചുകൂടെ? 2 അക്ഷരം മിണ്ടിക്കൂടെ? ഒന്നും വേണ്ട, മുഖത്തേക്കൊന്ന് നേരെ നോക്കിക്കൂടെ? ഇനി അവളുടെ വല്ല കേസും പറഞ്ഞുകൊണ്ട് എന്റെ അടുത്തോട്ട് വന്ന കേശുവേ, എന്റെ തനി സ്വഭാവം നീ അറിയാം കേട്ടല്ല. ഇനി അവളുള്ള ഒരു പരിപാടിക്ക് എന്നെ നീ വിളിക്കണ്ട. അപ്പൊ നീയുള്ള പരിപാടിക്ക് അവളെ വിളിക്കോ? വൈപ്പിക്കട എന്നെ കൊണ്ട് നീ. ശിവ, എന്താ മോളെ കാര്യം? കാര്യം പറഞ്ഞേ. ആഹാ, വന്നല്ലോ. എന്റെ അമ്മൂമ്മയും കൂടി ഇങ്ങനെ വളം വെച്ച് കൊടുക്കുന്നോണ്ടാണ് ആ കൊച്ചിങ്ങനെ വീട്ടിൽ കയറിപ്പോണ്ടിരിക്കുന്നത്. ആരാ, മെർലിനോ? അല്ല, അലീന ഫ്രാൻസിസ്. അയ്യോ, ആ കൊച്ചു ഗുജറാത്തിൽ നിന്ന് വന്നോ? ഞാൻ അറിഞ്ഞില്ല. എടാ, എന്നിട്ട് നീ എന്നോടൊന്നും പറഞ്ഞില്ലല്ലോടാ. അമ്മൂമ്മ ഒന്നും മിണ്ടാണ്ടിരുന്നേ ഉമ്മ. ഞാൻ പറഞ്ഞ കേട്ടല്ലോ, അവളുടെ ഒരു കാര്യവും പറഞ്ഞോണ്ട് നീ മേലെ എൻ്റെ അടുത്ത് വരരുത്. നീ ശിവടേ, നീ നിർത്ത്. മെർലിൻ എന്നെ വിളിച്ചായിരുന്നു, അവിടെ നടന്ന കാര്യമൊക്കെ പറഞ്ഞ്. നീ എന്തിനാ അവളുടെ അടുത്ത് സംസാരിക്കാതെ ഇങ്ങോട്ട് വന്നേ? പിന്നെ നീ എന്തിനാണ് ദേഷ്യപ്പെടണേ? അവക്ക് എന്താ എന്നോട് സംസാരിച്ചൂടെ? എന്താ അവളുടെ വായിലെ മുത്തുപൊഴിയോ? അപ്പൊ അതിനുള്ളിൽ അവള് വിളിച്ചറിയിച്ച്, നടന്നതൊക്കെ അവളങ്ങ് വിളിച്ചറിയിച്ച്. അമ്മായി എല്ലാവരും കേട്ടോ, നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആളല്ല അവള്. അവളുണ്ടല്ലോ, അവള് കള്ളിയാണ്, പെരുങ്കള്ളി, കാട്ടുകളി, ഒന്നാമതരം. അതെ, ഒരു കള്ളിക്ക് മാത്രമേ വേറൊരു കള്ളി തിരിച്ചറിയാൻ പറ്റുള്ളൂ. കറക്റ്റ്, അത് കറക്റ്റ്. മോളെ മെർലിനെ ഇങ്ങോട്ട് കണ്ടിട്ട് കൊറേ നാളായല്ലോടാ. മെർലിനെ ഞാൻ പറഞ്ഞു വന്നത് കണ്ടിട്ട് കൊറേ നാളായല്ലോന്ന്. ഞാൻ ഇവിടെയൊക്കെ തന്നെ ഉണ്ടായിരുന്നു അമ്മായി. மெர்லின், நீ ரொம்ப ஒல்லி ஆயிட்ட. ഒല്ലിയാ? ஒல்லினா மெலிஞ்சிருக்க.
என்ன டயட் செய்யறியா? ഏയ് ഡയറ്റ് ഒന്നും നമുക്ക് പറ്റിയ പണിയില്ല ആന്റി. മോളിരിക്കെ, ഞാൻ ചായ എടുക്കാം. ആ എന്താണ് എന്താ? ഞാൻ എന്റെ ബാഗ് എടുക്കാൻ വന്നതാണ്, ഇയാളൊന്നും ചെയ്യാൻ വന്നില്ല. കേശു വന്നേ. വരാൻ. എങ്ങോട്ടെന്ന് വെച്ചാ താൻ പൊക്കോ. അല്ല, താൻ എങ്ങോട്ടെന്ന് വെച്ചാ പൊക്കോ, ഞാൻ വരാന്ന് പറയുമായിരുന്നു. അമ്മൂമ്മ താ പറഞ്ഞേ. അല്ല, ഞാനാന്നോ അവന്റെ അമ്മൂമ്മ, അതോ ആ പോയവളാന്നോ അവന്റെ അമ്മൂമ്മ? പക്ഷെ എനിക്ക് ഒരു പിടിയും കിട്ടണല്ലോ എൻ്റെ അമ്മ. നീ നിന്റെ അനീതി പറഞ്ഞ എല്ലാം അങ്ങോട്ട് വിശ്വസിച്ചാ? എന്റെ പൊന്നു മെർലിനെ, ഈ മിഠായി കേസ് പ്രശ്നമൊക്കെ നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ വലിച്ചു നീട്ടണം? അങ്ങ് വിട്ടേക്ക്. അവക്ക് ഈ ലോകത്തുള്ള എല്ലാരെ കാണുമ്പോഴും ചിരിച്ചു കളിച്ച് സംസാരിക്കാൻ അറിയാം. എന്നെ കാണുമ്പോ മാത്രല്ലേ കുഴപ്പമുള്ളൂ. കേശു, ഒരു കാര്യം ഞാൻ ഉറപ്പിച്ചു പറയാം. അവള് നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമ്മുടെ ഭാവി. എന്റെ പൊന്നു മെർലിനെ, നീ ഫസ്റ്റ് ഞാൻ പറയണക്കാ. വരുന്നു എല്ലാരും കൂടി. പറട്ടെ, ഒരു കാര്യം മര്യാദയ്ക്ക് സംസാരിക്കാൻ പറ്റൂല. മെർലിനെ ഒന്നും പറയല്ലോ കേട്ടോ. നിങ്ങളിപ്പോ എന്തിനാ എല്ലാരും കൂടി ഇങ്ങോട്ട് വന്നേ? ഞങ്ങൾക്ക് രണ്ടുപേർക്ക് സ്വകാര്യമായിട്ടൊന്നും സംസാരിക്കാൻ സമ്മതിക്കില്ലേ? സ്വകാര്യം പറയാനായിട്ടേ ഇത് പാർക്കൊന്നും അല്ല, ഞങ്ങളുടെ വീടാണ്. വേണ്ടേ? ഇപ്പൊ വാടക വീടും അല്ല, ഞങ്ങളുടെ സ്വന്തം വീടാണ്. എടാ, നിങ്ങൾ രണ്ടുപേരും പിന്നെയും തുടങ്ങിയാ? ഒരു പ്രശ്നം ഇല്ലാതിരുന്നല്ലേ? പ്രശ്നം ഉണ്ടാവുന്നെങ്കിൽ ഉണ്ടാവട്ടെ അമ്മായി. ഇവിടെ കുറെ എണ്ണം ഉണ്ടല്ലോ, അച്ഛന്റെ അമ്മയുടെയും കാശിന്റെ നെകളിപ്പ് കാണിക്കുന്ന. അല്ലാണ്ട് എന്ത്? ആര് നെകളിച്ചെന്ന്? ശിവ, നിന്നെ ഞാൻ നേരത്തെ അവിടെ വെച്ച് നോക്കിയില്ലേ? എടാ, നീ ഒന്ന് ചിരിച്ചോ? രണ്ടാമത് ഞാൻ കീട്ടിട്ട് വീണ്ടും നോക്കി, അപ്പോഴും നീ നോക്കിയില്ല. അന്ന് ഇയാൾക്ക് നോക്കി ചിരിച്ചൂടെ? ഇയാൾക്ക് എന്നെ ചിരിക്കാൻ പറ്റൂലേ? നിനക്കും ചിരിക്കായിരുന്നല്ലോ. എനിക്ക് ചിരിക്കാൻ സൗകര്യമില്ല. ഇയാളൊന്നും ചെയ്യും. ഇപ്പൊ എങ്ങനെ ഇരിക്കണ? കണ്ടാ അഹങ്കാരം? കണ്ട അവിടെ? അത് കൊറേ കാലം കൊണ്ട് കാണുന്നേ. പാറു, ഒന്ന് ചുമ്മാതിരിക്കോ. പിന്നെ പറയാതിരിക്കാൻ പറ്റുമോ? ഇവിടെ വന്ന് എന്തിനു വഴക്കുണ്ടാക്കുന്നേ? മക്കളെ, സ്നേഹമുള്ളിടത്തേ വഴക്കുണ്ടാവുള്ളൂ. അപ്പൊ വഴക്കുള്ളിടത്ത് സ്നേഹം ഉണ്ടാവോ? എന്റെ പൊന്നു കുഞ്ഞെ, മിണ്ടാതിരിക്കും. നിനക്ക് ഇവളോട് വല്ലോ സംസാരിക്കാനുണ്ടെങ്കിൽ ഇവളെ ഈ വീട്ടിൽ നിന്ന് വിളിച്ച് പുറത്ത് കൊണ്ടുപോയിട്ട് എന്താ സംസാരിച്ചോ? എങ്ങോട്ട് പോവാൻ? ഈ വീടേ ഇവനും കൂടി അവകാശപ്പെട്ടതാ, അല്ലടാ? അല്ലേന്ന് ആണ്. കണ്ടല്ലോ, ഞാൻ ഇവിടെ വരുന്നതിൽ നിനക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? കുഴപ്പമുണ്ടോന്ന്? ഈ വീട്ടിൽ ആര് വരുന്നോണ്ട് എനിക്കൊരു പ്രശ്നമില്ലേ. അമ്മായിക്കോ? എനിക്കാ കേശുവിന്റെ ഫ്രണ്ട്സ് ഇവിടെ വരുന്നതില് എനിക്ക് യാതൊരു പ്രശ്നമില്ല. ഇല്ല. നിനക്കോ? എനിക്ക് ആരെങ്കിലും ഇവിടെ വരുന്ന ഇഷ്ടം. ആ, അമ്മൂമ്മയ്ക്കാണെങ്കിൽ ഒരു കുഴപ്പമില്ല. കുഴപ്പമില്ല എന്ന് മാത്രമല്ല, സന്തോഷമേ ഉള്ളൂ. ശിവ 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 മെർലിനെ, നീ വാ തുറക്കരുത് കേശുവേ. ശരി, ആയിക്കോട്ടെ. ഇവിടെ ആർക്കും ഒരു പ്രശ്നവും ഇല്ലല്ലോ. എനിക്കൊരു പ്രശ്നവും ഇല്ല. ഇവിടെ ആര് വരുവോ പോവോ നിക്കോ എന്താച്ചാ കാണിച്ചോട്ടെ. പക്ഷെ ഇവിടെ ആര് വന്നാലും എന്നെ കാണാനും വരണ്ട, എന്നോട് സല്ലപിക്കാനും വരണ്ട. അതിന് ആര് വരുന്ന എന്നോട് സല്ലപിക്കാൻ? കേശുവേ, കേശോ, രണ്ടെണ്ണത്തിനടുത്തും കൂടെ ഞാൻ ഒരു കാര്യം പറയാം. എന്റെ ടെമ്പർ തെറ്റി നിൽക്കുകയാണ്. ഇനി കൂടുതൽ ഇവിടെ കിടന്ന് അലമ്പിയ എന്റെ തനിക്കോണം നിങ്ങൾ രണ്ടുപേരും അറിയും. അല്ലെങ്കിലും പാറു പറഞ്ഞ കറക്റ്റാണ്, രണ്ടിന് എന്തോ ആണെന്നുള്ള അഹങ്കാരമാണ്. പാറോ? ഓ, നീ അങ്ങനൊക്കെ പറഞ്ഞല്ലേ? ഇത്രയും കറക്റ്റായിട്ടൊന്നും പറഞ്ഞില്ല, ഏകദേശം ഇതുപോലത്തൊക്കെ തന്നെ. സോറി, അറിയാതെ പറ്റിയതാ അമ്മായിയേ. മോനെ കേശുവേ, നീ നോയിക്കോടാ. നീ കരയും, വാ വിട്ട് നീ കരയും. നിനക്കൊക്കെ എന്തടി? നീയൊക്കെ കൂടെ അങ്ങോട്ടും അടി ഉണ്ടാക്കിയിട്ട് അവസാനം ഞാൻ വാവിട്ട് വരയുന്നു. എന്നെ പ്രാവണ ഏത് നേരത്താണോ ദൈവമേ? എന്ത് എന്തെന്ന് റിലേഷൻഷിപ്പിലായെന്നല്ലേ നീ പറയാൻ വന്നേ? അല്ല, എനിക്ക് ജനിക്കാൻ തോന്നിയതെന്ന് പറയാൻ വരുമായിരുന്നു. കേശു, എനിക്കിനോട് കുറച്ച് സംസാരിക്കാനുണ്ട്. ഇവിടെ തീരെ പ്രൈവസി ഇല്ല. നമുക്കേ അകത്തു പോവാം. വാ വാങ്ങിട്. എന്തിനാണ് കുന്തം വിഴുങ്ങിയത് പോലെ നിക്കണത്? വല്ലതും കാണുന്നുണ്ടോ?
അവള് ഇവിടെ പ്രൈവസി ഇല്ല പോലും. കൊടുക്കുന്നുണ്ടോ ഞാൻ പ്രൈവസി അവക്ക്? മെർലിൻ 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 അങ്ങനെ ഞാൻ പറയണ താൻ ആദ്യം ഒന്ന് കേൾക്കണം. സംഭവം താൻ ഇതൊന്ന് സോൾവ് ചെയ്തങ്ങ് വിട്. എനിക്ക് വേണ്ടിയെങ്കിലും താനൊന്ന് സോൾവ് ചെയ്തങ്ങ് വിട്. ഇല്ലെങ്കിൽ താൻ ഇവിടുന്ന് പോയി കഴിഞ്ഞാലും ഞാൻ അനുഭവിക്കേണ്ടി വരും. എന്ത്? ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ നല്ല തിരിച്ചു പറയണം. അപ്പൊ പിന്നെ ഞാൻ ഇവിടുന്ന് ഇറങ്ങി പോയാൽ മതിയല്ലോ എന്നെ. നീ എന്തിനാ കേശു ശിവേനെ ഇങ്ങനെ പേടിക്കണേ? ശിവയെ പേടിക്കണം, നിന്നെ പേടിക്കണം, ചേച്ചിയെ പേടിക്കണം. എന്തിന്? ആ കുരിപ്പുണ്ടല്ലോ പാറു, അതിനെ വരെ ഞാൻ പേടിക്കണം. എൻ്റെ പൊന്നു പറഞ്ഞില്ല, പണ്ടത്തെ പോലൊന്നും അല്ല. ആണുങ്ങൾക്ക് ഇപ്പോൾ വലിയ വിലയൊന്നും ഇല്ല, ഈക്വലാണല്ലോ. അതെ, ആ ശിവ നമ്മളെക്കാൾ ഒരുപാട് ഇളയതല്ലേ? അവക്കൊന്ന് താഴ്ന്നു തന്നാ എന്താ? 1 വയസ്സിന് ഇളയതാണേ. അപ്പൊ എങ്ങനെ? നമ്മളല്ലേ മൂത്തവരെ, നമ്മള് വേണ്ടി അപ്പൊ ക്ഷമിച്ചങ്ങ് വിടാൻ. അതെ, ലോകത്താരുടെ മുമ്പിൽ താഴ്ന്നു കൊടുത്താലും അവളുടെ മുമ്പിൽ ഞാൻ താഴില്ല. ഞാനൊരു കാര്യം ചെയ്യട്ടോ, ഞാൻ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി പോവാം. കാരണം എന്റെ വീട്ടിൽ വന്ന് എന്നെ ഇങ്ങനെ കുറ്റം പറയുന്നത് കേട്ടോണ്ടിരിക്കാനായിട്ടേ എനിക്ക് പറ്റൂല. ശിവടെ നിർത്ത്, മെർലിൻ ഇപ്പൊ പോവും. ആര് പറയാൻ പോകുന്നു? ഞാൻ ഇപ്പൊ പോകുന്നില്ല. എനിക്കറിയാം ഇയാള് പോവൂല. ഇയാൾ എന്നെ ഇവിടുന്ന് കെട്ടിച്ചിട്ടേ പോകത്തുള്ളായിരിക്കും. ശിവ, എനിക്ക് നിന്നോട് സംസാരിക്കാൻ ഒരു താല്പര്യമില്ല. എടോ, മെർലിനെ തന്നെ കാണാൻ തുടങ്ങിയ കാലം തൊട്ടിട്ട് തന്റെ മുഖത്ത് നോക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. ദേ ഒന്ന് നിർത്തോ, ഇതെന്തോന്നത് വീണ്ടാതെ കിടന്ന് ബഹളം. മര്യാദയ്ക്ക് നിങ്ങൾ രണ്ടുപേരും നിർത്തിക്കോ, അല്ലെങ്കിൽ അമ്മായിക്കാകും. എന്തോടെ പറഞ്ഞ ഇളവുന്നാ? അല്ല, ദേഷ്യപ്പെടുമെന്ന് പറഞ്ഞാണേ. ഒരു കാര്യം ചെയ്, നിങ്ങൾ തമ്മില് ഇനി കാണുകയും വേണ്ട, സംസാരിക്കുകയും വേണ്ട, ഒരു സഹകരണം വേണ്ട. പ്രശ്നം അവിടെ തീർന്നേ. அம்மா என்ன சொல்றீங்க நீங்க? എന്നാ പിന്നെ നീ ഒരു കാര്യം ചെയ്, രണ്ടുപേരും കൂടെ ഒന്നിച്ച് ചേർത്ത് വെക്ക്. சிவா, மெர்லின், ஆண்டி சொல்றது கொஞ்சம் கேளு. ആന്റി എന്ത് വേണോ പറഞ്ഞോ, ഞാൻ കേൾക്കും. പക്ഷെ ഇയാളോട് മിണ്ടാ മാത്രം പറയരുത്, പറ്റൂല ആന്റി. ആന്റി, എനിക്ക് ആന്റിയോട് നല്ല സ്നേഹമുണ്ട്. ആ സ്നേഹം കൊണ്ട് പറയാം. എനിക്ക് താല്പര്യമില്ലാത്തതിന് നിർബന്ധിക്കരുത്. அதுதான் உங்க முடிவா? ആമാ. அம்மா, நீங்க சொன்னது கரெக்ட். എല്ലാരും പറഞ്ഞു കഴിഞ്ഞോ? എന്നാൽ എനിക്കൊരു കാര്യം പറയാനുണ്ട്. ശിവ, മക്കളെ അകത്ത് കയറിപ്പോ. പറ്റൂല അമ്മായി. എന്ത്? എനിക്ക് റൂമിൽ കയറി പോവാൻ പറ്റൂല അമ്മായി. പറ്റൂലേ? ഇല്ല. കേറി പോയത് പൊടി. എന്താ നോക്കണേ? പോവാൻ. എന്ത്? പഠിക്കാനൊന്നുമില്ലേ? ഇല്ല. ഇല്ലേ? ഓടിപ്പോയിരുന്നു പടിയടി. എന്നാ ഇനി ഞാൻ ഒരു കാര്യം പറയട്ടെ. ആ ഗൗരി, നീ നിന്റെ റൂമിൽ പോ. റൂമിൽ പോവാൻ. ഞാനാ? மெர்லின், நான் சொல்றது கொஞ்சம் கேளு. அம்மா கெட்ட கோவத்தில் இருக்காங்க. நீ இப்ப கிளம்புமா. കേശു, ഇപ്പൊ ഞാൻ പോവാ. പക്ഷെ എനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. നമുക്കേ ഒന്ന് കാണണം. ഞാൻ ഫോൺ വിളിക്കാം, താൻ പോക്കോ. ആന്റി പോട്ടെ. ചെകുത്താന്റെയും കടലിലെ നടുക്കുന്ന കേട്ടിട്ടേ ഉള്ളേ. டே கேசு, டே மெர்லின் ரொம்ப வருத்தப்பட்டுட்டு போயிருக்காடா. കണ്ടാ മനസ്സിലായി. ഇനി ഇത് ഞാൻ സോൾവ് ചെയ്യണമെങ്കിൽ ഏത് സോപ്പും കൊണ്ട് പോകേണ്ടി വരുമോ ദൈവമേ? എന്തൊരു ചെയ്യായി? நான் ஒரு ஐடியா சொல்லட்டா? എന്തായാലും ஒரு ட்ரீட் கொடு. കാശ് ആൻറ്റി തരൂ. കാശ് വേണ്ട ആൻറ്റി. ട്രീറ്റ് ട്രീറ്റ് ഞാൻ തന്നെ ഉണ്ടാക്കിയ ഫുഡ് കൊടുത്താലോ? அது வேண்டாம், அவ ஓடிடுவா. ഓടൂല.
ഒരു ഐഡിയ ഉണ്ട്. പിടി ആ പറഞ്ഞ പോയി. കിളിപ്പെണ്ണേ എന്റെ കിളി പോയേ, എന്റെ കിളി പോയാ പിന്നെ അയ്യോ അയ്യോ. ഹേ കിളിപ്പെണ്ണേ എന്റെ ടൈം വന്നേ, എന്റെ ടൈം വന്നാ പിന്നെ അയ്യോ അയ്യോ. കനവാണോ റിയലാണോ, റിയലാണെന്നാലും കനവാണോ, ഇനിയാരും കേട്ടാലും അവരഞ്ചിന്റെ പൈസക്ക് വിശ്വസിക്കൂല. ഹേ കിളിപ്പെണ്ണേ എന്റെ കിളി പോയേ, എന്റെ കിളി പോയാ പിന്നെ അയ്യോ അയ്യോ. ചേട്ടാ, ചേട്ടൻ ഫാൻസി ഡ്രസ് കോമ്പറ്റീഷന് പോകുന്നുണ്ടോ? കുക്കിംഗ് ആണോ? എന്തോ സ്പെഷ്യല്? നല്ല സൂപ്പർ കപ്പ വേവിച്ചതും പിന്നെ കൊടംപുളി ഇട്ട് വെച്ച മീൻകറി, അതില് കുറച്ച് വാളംപുളിയും കൂടെ പിഴിഞ്ഞിങ്ങനെ. ചേട്ടനാണോ ഉണ്ടാക്കുന്നത്? ഓഫ് കോഴ്സ്. എന്നാ പിന്നെ തിന്നാൻ പറ്റൂല. നീ തിന്നണ്ടീ. ആഹാ, കുറച്ചാകുമ്പോ ചോദിച്ചോണ്ട് വാ. കുറച്ച് കപ്പ വരും, കുറച്ച് മീൻകറി വരും, തരിഞ്ഞേ നിനക്ക്. എന്നാ പിന്നെ തിന്നോക്കാം, എന്നിട്ട് അഭിപ്രായം പറയാം. കനാൻഡി, ഇതിനി എത്ര സമയം വേണ്ട വരും? ഇനി ഒരു 20 നിമിഷം. എന്നാ പിന്നെ 20 മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാൻ വരാം. അയ്യോ ചേച്ചി, 20 മിനിറ്റ് കഴിഞ്ഞ് ഇങ്ങോട്ട് വരണ്ട, ഓർഡർ ചെയ്. അയ്യോ പാവം. ഇത് എവിടെ കൊണ്ടുപോവാനാ? അതൊക്കെ ഉണ്ട്. ആ കണ്ട കണ്ട മീൻകറി കണ്ട, തല കണ്ട കനകാന്റെ. പ്രമാദണ്ടാ. എനക്കും എനിക്ക് ഇതാട്ടാ. ഓ വേണ്ട. സൂപ്പർഡാ. കിടുക്കും. എരിയൊക്കെ കൊള്ളാം കേട്ടാ. ഉപ്പു പുളി സാധനം എല്ലാം കറക്റ്റ്, പെർഫെക്റ്റ്. നീ സൂപ്പർ കുക്ക് താ. ഹലോ മെർലിന്. അല്ല, എനിക്ക് വിളിക്കാൻ സമയം കിട്ടി, ഇപ്പഴാ ഫ്രീ ടൈം വന്നേ. അല്ലല്ല അതെ ഒറ്റ വിധി വല്ലതും തൊട്ട കനാൻറ്റി നോക്കിക്കോണം കേട്ടല്ലേ. தொடாதே, அங்க வை. கேஸ்டாட்டன் சொன்னால தொடக்கூடாதுன்னு. അതെന്ത്? அது அப்படிதான். இது வந்து ஒரு ஆளுக்கு கொடுக்க வேண்டியது. ആർക്ക്? அது நான் சொல்ல மாட்டேன், அதுதான் സർപ്രൈസ്. മെർലിൻ ചേച്ചിക്കായിരിക്കും. മെർലിൻ ചേച്ചിയായിട്ടുള്ള പ്രശ്നം സോൾവ് ചെയ്യാനുള്ള പരിപാടിയാ.
ഫ്ലവേഴ്സിന്റെ പിൻബലത്തോടെ 24ന്റെ പുതിയ സംരംഭം 24 സ്റ്റഡി അബ്രോഡ്. വിദേശ പഠനം ഇനി സുരക്ഷിതം. 1600-ലധികം സർവകലാശാലകളും 1,00,000+ കോഴ്സുകളും. UG, PG, ഡിപ്ലോമ, MRS വരെ ലോകമെമ്പാടുമുള്ള സാധ്യതകൾ. കൗൺസിലിംഗ് മുതൽ വിസ വരെ. ഫോറക്സ്, ലോൺ, ട്രാവൽ, അക്കോമഡേഷൻ എല്ലാം ഒറ്റ ടെച്ചിൽ. www.24studyabroad.com. കുടുംബങ്ങളോടൊപ്പമുള്ള ആത്മബന്ധം. ഫ്ലവേഴ്സ് ആൻഡ് 24 വിശ്വാസത്തിന്റെ ഉറപ്പ്. 24 സ്റ്റഡി അബ്രോഡ്. വിദേശ പഠനം ഇനി സുരക്ഷിതം. വിദേശ പഠനം ആഗ്രഹിക്കുന്നവർ ഉടൻ വിളിക്കൂ 9001 800 800120. ജംഗ ജഗ ജഗ എന്താ എന്തിനങ്ങോട്ട് വരാൻ പറഞ്ഞേന്ന്? അത് ശരി, താനല്ലേ ഇവിടെ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുമ്പോ പറഞ്ഞത് നമുക്ക് കാണണം, സംസാരിക്കണം നമുക്ക്. എന്തിനാ ഇവിടേക്ക് വരാൻ പറഞ്ഞേന്ന്? അതാ ആ അത് ഇവിടെ. പിന്നെ താൻ എൻ്റെ വീടിന്റെ ഫ്രണ്ടിൽ കൂടെ വന്നപ്പോ ആരെങ്കിലും തന്നെ കണ്ടായിരുന്നു? കണ്ടപ്പോ എന്താ കുഴപ്പം? അല്ല, കണ്ടാ കുഴപ്പമൊന്നുമില്ല, ഞാൻ ചുമ്മാ ചോദിച്ചതേ ഉള്ളൂ. ഓ, സത്യം പറയല്ല, താൻ നേരത്തെ വീട്ടിൽ നിന്ന് ഇറങ്ങി പോയപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് സങ്കടമായിപ്പോയി. എന്തിന്? ഇവിടെ താൻ എപ്പോൾ എൻ്റെ വീട്ടിൽ വന്നാൽ എന്തെങ്കിലും കഴിച്ചിട്ടല്ലേ പോകത്തുള്ളൂ. ഞാൻ അങ്ങനെ എപ്പോഴും കഴിക്കാറൊന്നുമില്ല. അല്ല, എപ്പോഴും കഴിക്കാറൊന്നും ഇല്ല. ഓ, അപ്പൊ ഞാൻ തന്റെ വീട്ടിൽ വന്നത് കഴിക്കാനാന്നല്ലേ? ഞാൻ അതല്ല ഉദ്ദേശിച്ചേ. താൻ ഇപ്പോൾ വന്നപ്പോൾ താൻ ഒന്നും കഴിക്കാതെയും കുടിക്കാതെയും വീട്ടിൽ നിന്ന് ഇറങ്ങി പോയപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് സങ്കടമായി പോയി. അപ്പം അതുകൊണ്ട് ഒരു സർപ്രൈസ് തരാനാണ് വിളിച്ചത്. എന്ത് സർപ്രൈസ്? വാ വാടോ. വാ പ്ലീസ്. എന്താടാ ഇത്? എൻ്റെ കൈ കൊണ്ട് ഞാൻ എൻ്റെ മെർലിനുണ്ടാക്കിയ നല്ല നാടൻ സ്വയംഭൻ ഭക്ഷണം. ഇത് കഴിക്കുന്നതോടുകൂടി തനിക്ക് എന്നോടുള്ള എല്ലാ ദേഷ്യവും പോകും. കേശു, you are so sweet. അയ്യോ, തായി ഇരിയടോ വിളമ്പ. മീൻകറി. ആ, നല്ല അസല് ചൂയക്കറി. മോഹം പൂക്കണ ചെണ്ടല്ലേ എന്നും നാം ഒന്നല്ലേ. കഴിയുന്ന പിന്നെ മതിയുന്ന മൊത്തം തനിക്ക് കഴിക്കാനുള്ള കാണും ഏതിലും ചെലല്ലേ. വേനൽ ചൂടൊരു മഞ്ഞല്ലേ ചാരത്തായി നീലേ. കഴിയില്ല കഴിയില്ലേ, എന്താ വേറെ കഴിച്ചിട്ട് പോയാ മതി. ആ, മേഘങ്ങളാൽ ചായമാടുന്ന വാനങ്ങളിൽ ഇതെന്തോ ജീര മുട്ടായിയാ. മാറ്റിങ്ങോട്ട് മാറ്റി എടുത്തേ. ഈ ഇതിന്നൊരു പീസ് ഇങ്ങോട്ട് പീസ് ചെറിയൊരു നൈസ് പീസ് ഇങ്ങനെ എടുത്ത് ആ വലിയ കപ്പ് ഉടക്കി ആ അങ്ങനെ ഉടച്ച് 2 പീസ് കപ്പയുടെ എടുത്ത് കുറച്ചുകൂടെ അങ്ങോട്ട് ആ എടുത്തിട്ട് അങ്ങോട്ട് പോട്ട് 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 മീൻകറി. ഏത് വെള്ളം? വെള്ളം വെള്ളം അയ്യോ വെള്ളം വെള്ളം എടുത്തില്ല ഞാൻ, വെള്ളം എടുത്തില്ല. സ്കൂട്ടർ
വിളിച്ചപ്പോ കുഴപ്പമില്ലായിരുന്നല്ല. പാറു കുട്ടിക്കുരിപ്പ പാറു. മലയാളികളുടെ നമ്പർ 1 ചോയ്സ് കേരള മാട്രിമോണി.